അതെ, സത്യത്തിൽ എൻ രാധാകൃഷ്ണനെ പോലെയുള്ളവരുടെ പ്രതികരണം വളരെയധികം അസഹിഷ്ണുത നിറഞ്ഞ പ്രതികരണമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാധാകൃഷ്ണന് അല്ലെങ്കിൽ BJPക്കാർക്ക് MTക്കെതിരായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പറയാം. അത് ജനാധിപത്യ സംവിധാനത്തിൽ യാതൊരു എതിർപ്പുമില്ല. പക്ഷേ MTയെ പോലെയുള്ളവർക്ക് ഇതിൽ അഭിപ്രായം പറയാൻ അർഹതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് വായ മൂടുന്നതിലാണ് ജനാധിപത്യ ധ്വംസനമുള്ളത്, അല്ലെങ്കിൽ അസഹിഷ്ണുതയുടെ ഫാസിസമുള്ളത്. ഇതേ രീതി തന്നെയാണ് എഴുത്തുകാരോടായിട്ടുള്ള കൽബുർഗിയോടും പിന്നെ മറ്റുള്ളവരോടുമെല്ലാം ചില ശക്തികൾ പുലർത്തിക്കൊണ്ടിരുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കേണ്ടതാണ്. അതാണ് അസഹിഷ്ണുതയുടെ രാഷ്ട്രീയം. അതായത് ബുദ്ധിജീവികൾ, എഴുത്തുകാർ, സാഹിത്യകാരന്മാർ അവർ അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഞങ്ങൾക്ക് സഹിക്കുകയില്ല, നിങ്ങൾക്കതിന് അർഹതയില്ല എന്ന പ്രഖ്യാപനമാണ് രാധാകൃഷ്ണൻ്റേതായിട്ടുള്ള സ്വരത്തിൽ കൂടെ നാം കേട്ടത്. അതുകൊണ്ടാണ് സാംസ്കാരിക കേരളം അതിനെതിരായിട്ട് ഇത്ര ശക്തമായി പ്രതികരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, MT ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ, ബഹുമാന്യനായ മന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തക പ്രകാശന വേളയിൽ നടത്തിയ അഭിപ്രായ പ്രകടനം അദ്ദേഹം ഒരുതരം കക്ഷി രാഷ്ട്രീയ അവബോധത്തിൽ നിന്നുണ്ടായതല്ല. സാധാരണക്കാരനായ ഇന്ത്യക്കാരൻ്റെ വേദനയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന് ഒരു എഴുത്തുകാരന് ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണമായിരുന്നു. സത്യത്തിൽ ഞാൻ ഒരു കാര്യം പ്രൈവറ്റായിട്ടുള്ളൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിലെല്ലാം പരസ്യമായതുകൊണ്ട്. ഇതിൻ്റെ 3 ദിവസം മുമ്പേ MT വാസുദേവൻ നായരുടെ വീട്ടിൽ ഞാൻ പോയപ്പോൾ സാന്ദർഭികമായി വിഷയം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്തൊരു കഷ്ടമാണിത്, എന്തൊരു ദുരിതമാണിത് ജനങ്ങളുടെ കാര്യത്തിൽ. ഈ തരത്തിൽ പിന്നെ കറൻസി പിൻവലിച്ചിട്ട് രാഷ്ട്രങ്ങളെല്ലാം തകരുകയാണല്ലോ ചെയ്തത്. നമ്മുടെ രാജ്യത്തിന് എന്ത് സംഭവിക്കും? അദ്ദേഹത്തിൻ്റെ ഉത്കണ്ഠയാണ്. ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയ്ക്കുള്ള കൺസേൺ ആയിരുന്നു. അത് തിളച്ചു മറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ഡോക്ടർ തോമസ് ഐസക്കിൻ്റെ പുസ്തക പ്രകാശന വേളയിൽ അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. ഇങ്ങനെ നോട്ടുകൾ പിൻവലിച്ച രാജ്യങ്ങളെല്ലാം അപകടത്തിൽപ്പെടുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു. ഇതാണ്, അല്ലാതെ യാതൊരു തരത്തിലുള്ള കക്ഷി രാഷ്ട്രീയ പരിഗണന കൂടിയല്ല. ആ കാര്യം പറയുന്ന സമയത്ത് രാധാകൃഷ്ണനെ പോലെയുള്ളവർ നിങ്ങൾ മറ്റേ കാര്യത്തിൽ പ്രതികരിച്ചില്ലേ? പണ്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും പ്രതികരിച്ചതിൻ്റെ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയതിന് ശേഷം മാത്രമേ ഒരു എഴുത്തുകാരന് ഇന്ന് നടക്കുന്ന ദുരിതങ്ങളോട് പ്രതികരിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള അസഹിഷ്ണുതയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് സാംസ്കാരിക കേരളം എതിർക്കുന്ന കാര്യം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ വേണു. അതായത് തോമസ് ഐസക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു. MT സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു, ഇവിടെ ഇത്രയധികം ദുരിതങ്ങളുണ്ടായി, ജനങ്ങൾക്ക് കഷ്ടപ്പാടുകളുണ്ടായി, ഇതിനെ നിസ്സംഗതയോടുകൂടി കാണുന്നല്ലോ ഭരണകൂടം. അതിനെ ശ്രദ്ധിക്കാതെ ഒരു പാളിച്ച പറ്റിയല്ലോ എന്നൊരു ആത്മവിമർശനവും കൂടി മുന്നോട്ട് പോകുന്ന ഭരണകൂടം, പ്രധാനമന്ത്രി ഏത് നിലയ്ക്കായിരിക്കും മുന്നോട്ട് പോവുക എന്നൊരു എഴുത്തുകാരൻ്റെ ആശങ്കയായിരുന്നു സത്യത്തിൽ MT പ്രകടിപ്പിച്ചത്. ഇതൊരു എഴുത്തുകാരൻ്റെ ജനതയോടുള്ള പ്രതിബദ്ധതയാണ്, അല്ലാതെ കക്ഷി രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളല്ല. മുത്തലാഖിനെയും മറ്റുമായിട്ട് ഇത് ബന്ധപ്പെടുത്തുന്നത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഇത് വളരെ ഭൗതികമായിട്ടുള്ള ചില കാര്യങ്ങൾ, മുത്തലാഖിൻ്റെ കാര്യങ്ങളും മറ്റതുമെല്ലാം വേറൊരു വിഷയത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യം. കേരളത്തിലെ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്ന സമയത്ത് സൊമാലിയയിൽ ആൾക്കാർ വിഷമിച്ചിട്ട് പട്ടിണി കൊണ്ട് മരിക്കുന്നില്ലേ എന്ന് പറയുന്ന പോലെയുള്ള തർക്കുത്തരമാണ് ഇതിൻ്റെ കാര്യം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, സാറ് ടീച്ചർ കേൾക്കുന്നുണ്ടോ? വേണു? കേട്ടു. സാറ് ടീച്ചർ, ഇവിടെ TPയുടെ വധം ചൂണ്ടിക്കാട്ടുകയാണ് BJP, മുത്തലാഖ് ചൂണ്ടിക്കാട്ടുകയാണ് BJP. ഒരു പടി കൂടി കിടന്ന് നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർമ്മ വേണമെങ്കിൽ ഈ സർക്കാർ വന്നതിന് ശേഷം സാംസ്കാരിക രംഗത്ത് ഈ അവാർഡുകൾ തിരിച്ചു കൊടുക്കലടക്കമുള്ള അസഹിഷ്ണുതയ്ക്കെതിരായ പ്രതിഷേധം ഒരുപക്ഷെ വ്യാപകമായി മോദി സർക്കാരിനെതിരെ ഉണ്ടായ ആദ്യത്തെ പ്രത്യക്ഷ പ്രതിഷേധം, അതിലും MT പങ്കാളിയായിട്ടില്ല, പ്രതികരിച്ചിട്ടുമില്ല. പക്ഷേ അതുകൊണ്ട് MT ഈ കഴിഞ്ഞ ദിവസം നടത്തിയ പരാമർശങ്ങൾ പക്ഷപാതപരമാകുന്നു, മറ്റ് താല്പര്യങ്ങൾ ഉള്ളടങ്ങിയ കിളിമൊഴിയാകുന്നുവെന്ന് ഒരു രാഷ്ട്രീയ വിമർശനത്തിന് അത് സ്വാഭാവികമായും അർഹത നേടുന്നുണ്ടോ?
ഇത് ഈ പ്രകടനങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്ന വലിയ അബദ്ധങ്ങളെ മറികടക്കാൻ വേണ്ടി നടത്തുന്ന വൃഥാശ്രമങ്ങളാണ്. നമുക്കറിയാം, ആദ്യം തന്നെ ഈ നോട്ട് പിൻവലിക്കുക എന്ന് പറയുന്ന വലിയ ഒരു അബദ്ധം ചെയ്തു. അത് അബദ്ധമല്ല, വളരെ ബോധപൂർവം കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ചെയ്തതാണെന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു. തുടക്കത്തിൽ വളരെയധികം കള്ളപ്പണം പിടിക്കുമെന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയെങ്കിലും പിന്നീട് അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണ്, ആർക്കു വേണ്ടിയാണ് ഇത് ചെയ്തതെന്നൊക്കെ. അതിൻ്റെ ഇരകളാക്കി മാറ്റപ്പെട്ട ജനങ്ങളുടെ ദുരിതമാണ് ഇപ്പോഴത്തെ വിഷയം. ഇതിനെ മറികടക്കാൻ പ്രധാനമന്ത്രിക്കോ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന BJPക്കോ സാധിക്കില്ല. ഡിസംബർ 31 മുമ്പ് ഇത് മുഴുവൻ പരിഹരിക്കും, അതിനുശേഷം നിങ്ങൾ എന്ത് ശിക്ഷ തന്നാലും ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി ഡിസംബർ 31 എന്താണ് പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാം. എന്തു പറയാൻ സാധിക്കും? ഇതറിയാം. രാജ്യം ഭീകരമായിട്ടുള്ളൊരവസ്ഥയിലാണ്. ലോകരാജ്യങ്ങൾ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കാണുകയാണ്, ഫോറിൻ ചാനലുകളിലൊക്കെ പരിഹാസ പരിപാടിയാണ് ഇന്ത്യയുടെ നോട്ട് പിൻവലിക്കൽ. പരിഹാസമായിട്ടാണ് അവരത് അവിടെ അവതരിപ്പിക്കുന്നത്. ജനങ്ങളുടെ ദുരിതം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പരിഹാസ്യമാക്കി മാറ്റിയ ഒരവസ്ഥയിൽ ഇതിനെ മറികടക്കാൻ വേണ്ടി ഉടനെ പറഞ്ഞത് നമ്മൾ നോട്ട് കള്ളപ്പണം പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വേറെ ക്യാഷ്ലെസ് മണി കൊണ്ടുവരാൻ വേണ്ടിയാണെന്നാണ്. എന്തൊരുക്കമുണ്ടായിട്ടാണ്? അതൊന്നുമല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. MTയെ പറ്റി പ്രതികരണം ഓരോ ആളുകളുടെയും തെരഞ്ഞെടുപ്പാണ്. ഞാൻ എന്തിന് പ്രതികരിക്കണം എന്നുള്ള എൻ്റെ മേലെ അടിച്ചേൽപ്പിക്കാനൊന്നും ആർക്കും സാധ്യമല്ല. എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പ്രതികരിച്ചിരിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്തതിനോട് ഞാൻ മൗനമായിരിക്കും. MT മൗനമായിരുന്ന കോടി സന്ദർഭങ്ങളുണ്ട് കേരളത്തിൽ. അതേസമയം ഞാൻ ഓർക്കുന്നു MTയോട് കൂടി ഞാൻ പങ്കെടുത്ത ചില പരിപാടികൾ. മാറാട് കലാപമുണ്ടായപ്പോൾ, മുത്തങ്ങ കലാപമുണ്ടായപ്പോൾ, കണ്ണൂരെ ഏറ്റവും ഭയങ്കര രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ MTയോടൊപ്പം പങ്കെടുത്ത ആളാണ് ഞാൻ. MT വാസുദേവൻ നായരെ പോലെ ഒരാൾ തെരുവിൽ പ്രസംഗിക്കുന്നത് മണമ്പൂർ രാജംബാബു എന്ന് പറയുന്ന എഴുത്തുകാരന് നേരെ ആക്രമണം ഉണ്ടായപ്പോഴാണ്. അതുപോലെ നിരവധി സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് പ്രതികരിച്ചിരിക്കണം എന്ന് തോന്നിയ സന്ദർഭങ്ങളിലൊക്കെ പ്രതികരിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് MT. മനുഷ്യ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്ന എഴുത്താണ് അദ്ദേഹത്തിൻ്റേത്. അതുപോലെ തന്നെ ബന്ധങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ മുത്തലാഖിൻ്റെ പേരിലൊക്കെ ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നുണ്ടല്ലോ. ഹിന്ദു മുസ്ലിം ഐക്യത്തെക്കുറിച്ചിട്ട് അത് ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന വളരെ ഗാഢമായിട്ടുള്ള സ്നേഹബന്ധങ്ങളെ കുറിച്ചിട്ടൊക്കെ MTയുടെ ചെറുകഥകൾ വായിക്കണം. ഇങ്ങനെയൊക്കെ പറയുന്ന കുറ്റാരോപണങ്ങൾ നടത്തുന്ന ആളുകൾ MTയുടെ ആദ്യകാല ചെറുകഥകളിൽ എന്താണ് മുസ്ലിം ജീവിതം, കേരളത്തിലെ മുസ്ലിം ജീവിതം, മുസ്ലിംസും ഹിന്ദുക്കളും മറ്റ് വിഭാഗക്കാരും അടങ്ങിയിട്ടുള്ള കെട്ടുറപ്പുള്ള ഒരു ഗ്രാമീണ ജീവിതത്തിൻ്റെ നിരവധി ചിത്രങ്ങളാണ് MT വാസുദേവൻ നായരുടെ കൃതികളിൽ നമ്മൾ കണ്ടെത്തുന്നത്. ആ മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മളൊക്കെയും വളർന്നത്. ആ മൂല്യങ്ങൾ സ്വാംശീകരിച്ചതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങളോട് എതിർക്കാൻ നമ്മൾക്ക് സാധിക്കുന്നത്. ഞങ്ങളുടെ തലമുറയ്ക്കൊക്കെ സാധിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെ MTക്കെതിരെ വിമർശനങ്ങൾ ഉണ്ടാവാം, ഇന്ന കാര്യത്തിൽ അദ്ദേഹം ചെയ്തില്ല, അങ്ങനെയൊക്കെ വിമർശനങ്ങൾ ഉണ്ടാവാം. അത് ആർക്ക് നേരെയാണ് ഇല്ലാതിരിക്കുന്നത്? പക്ഷേ ഇതുപോലെയുള്ള ഒരു എഴുത്തുകാരനെതിരെ ഈ ഡിമോണിറ്റൈസേഷൻ്റെ പേരിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, MT വാസുദേവൻ നായർ ഒരു പരാമർശം നടത്തുമ്പോൾ ഇത്ര കോലാഹലം ഉണ്ടാകണമെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാരണം MTക്ക് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ 99.25% ജനങ്ങളുടെ ഇടയിലുള്ള വലിയ സ്വാധീനത്തെ പേടിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. MTയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷ ജനങ്ങളെയും സ്വാധീനിച്ചിരിക്കും. ഇതിനെ ഇവർ ഭയക്കുന്നുണ്ട്. അത്തരത്തിലുള്ളൊരു സ്വാധീനം കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ പേര് പറയുന്നു, MT പറഞ്ഞപ്പോഴാണല്ലോ ഈ പ്രതികരണം ഉണ്ടായത്. ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. എത്രയോ പേര് ഡിമോണിറ്റൈസേഷൻ, അതിൻ്റെ ദുരന്തങ്ങൾ, അതിൻ്റെ പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മളൊക്കെ കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ MT വാസുദേവൻ നായർ പറഞ്ഞപ്പോൾ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും MTക്ക് കേരളത്തിലും പുറത്തും ഇന്ത്യൻ സാഹചര്യത്തിലും ഉള്ള സ്വാധീനത്തെ പറ്റിയിട്ട് ഇവർക്ക് ശരിക്കും പേടിയുണ്ട്. അതുകൊണ്ട് വളരെ ദുർബലമായ ചില ന്യായങ്ങൾ നിരത്തിക്കൊണ്ട് മുത്തലാഖിനെ പറ്റി പറഞ്ഞില്ല, TP ചന്ദ്രശേഖരനെ പറ്റി പറഞ്ഞില്ല എന്ന എവിടെയും കൊള്ളാതെ പോകുന്ന ചില അമ്പുകൾ തൊടുത്തു വിടുക എന്നുള്ളതാണ് ഇപ്പൊ സംഭവിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ശരി, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം ടീച്ചർ. മന്ത്രി ഐസക്കിലേക്ക് പോകുന്നതിന് മുൻപായി ഒറ്റ കാര്യം കൂടി. ശ്രീ AN രാധാകൃഷ്ണൻ, ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തില്ല എന്ന് ആദ്യമേ പറയട്ടെ. ഒന്നാമതായി ശ്രീ ഐസക്ക് പറഞ്ഞ കാര്യം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. MTയുടെ യോഗ്യതയെ പറ്റി വിമർശനം ഉന്നയിച്ച വ്യക്തിയാണല്ലോ താങ്കൾ. ഈ സാമ്പത്തിക രംഗവുമായി ബന്ധപ്പെട്ട താങ്കളുടെ വൈദഗ്ധ്യം എന്താണ്? അദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യമാണ് ഒന്ന്. രണ്ട്, ഇപ്പോൾ നിങ്ങളടക്കം അംഗീകരിക്കുന്നു തോമസ് ഐസക്കിന് ധനകാര്യ വിദഗ്ധൻ ആണ് എന്ന പദവി.
പക്ഷെ തോമസ് ഐസക് പറയുമ്പോൾ നിങ്ങൾ മനഃപൂർവ്വം പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ആ രംഗത്ത് അവഗാഹമുള്ള ഒരാളുടെ പ്രതികരണത്തെ നിങ്ങൾ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു എന്ന രൂപത്തിൽ മറ്റൊരു വ്യാഖ്യാനത്തിന് വിധേയമാക്കുന്നു, ആക്രമിക്കുന്നു. പിന്നെ രാഷ്ട്രീയക്കാരനാണല്ലോ, അതുകൊണ്ട് അതിനകത്ത് തെറ്റൊന്നുമില്ല, നടക്കട്ടെ. ഇനി KT ജലീൽ ശബരിമലയിൽ പോകുമ്പോൾ ഒരു മന്ത്രിയാണെങ്കിൽ പോലും അവിടെ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ചുമതലയുടെ ഭാഗമാണ് എന്ന അറിവില്ലായ്മയുടെ അടിസ്ഥാനത്തിൽ മറ്റൊരു രൂപത്തിൽ അദ്ദേഹത്തിൻ്റെ യോഗ്യതയെ, അവിടെ പോകാനുള്ള അർഹതയൊക്കെ വി മുരളീധരൻ ചോദ്യം ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ MD ഇങ്ങനെ പ്രതികരിക്കുമ്പോൾ MT വ്യക്തിപരമായി എന്തോ ഒരു അജണ്ട സൂക്ഷിക്കുന്നു. AKG സെൻറ്ററിന് മുന്നിൽ പല പദവികൾ ആഗ്രഹിച്ചു നിൽക്കുന്ന സാഹിത്യകാരന്മാരുടെ നിരയിൽ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല, പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് സന്ദേഹം തോന്നുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ വിമർശിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ഉയർന്നാലും ഒരു ചുമതല ഒരാൾ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാമുദായികമായി അദ്ദേഹത്തെ അധിക്ഷേപിക്കാനും, ഇനി ഒരു എഴുത്തുകാരൻ പ്രതികരിക്കുമ്പോൾ വ്യക്തിപരമായ അജണ്ട എന്ന് പറഞ്ഞ് ഒറ്റപ്പെടുത്താനും ഒക്കെ നിങ്ങൾ നോക്കുമ്പോൾ ഒറ്റ കാര്യമാണ് വ്യക്തമാകുന്നത്: നിങ്ങൾ അസഹിഷ്ണുതയോടെയാണ് ഈ കാര്യങ്ങളെല്ലാം സമീപിക്കുന്നത് എന്നല്ലേ? വേണു, കോഴിക്കോട് ഞാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനം കേരളത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെ മുഴുവൻ ഉന്നയിച്ചുകൊണ്ടുള്ള പത്രസമ്മേളനമായിരുന്നു. ആ പത്രസമ്മേളനത്തിനകത്ത് നിങ്ങളുടെ തന്നെ പത്രത്തിൻ്റെ ഒരു പ്രവർത്തകൻ എന്നോട് ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടിയാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാനവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് വളരെ വ്യക്തതയുണ്ട്. ആ വ്യക്തത അടിയുറച്ചു തന്നെ ഞാൻ സംസാരിക്കുന്നു. ബഹുമാനനായ MT ഉൾപ്പെടെയുള്ള ആളുകൾ അഭിപ്രായ പ്രകടനം നടത്തിയാൽ അതിലൊന്നും മറുത്താരും അഭിപ്രായ പ്രകടനം നടത്താൻ പാടില്ല, അതിനെക്കുറിച്ച് ചർച്ചക്കെടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ള ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഞാൻ അദ്ദേഹത്തോട് എല്ലാ ബഹുമാനവും ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങളെക്കുറിച്ചുള്ള എൻ്റെ പരാമർശം നടത്തിയത്. ആ പരാമർശത്തിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. 2, ഞാൻ അവിടെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ ഞാൻ സൂചിപ്പിച്ചത് കേരളത്തിൽ സാഹിത്യരംഗത്ത് സാമ്പത്തികമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സേതു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്, ബഹുമാനായ മോഹനവർമ്മ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്, അതുപോലുള്ള ആളുകളൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. സ്വാഭാവികമായും ബഹുമാനായ MTക്കും അഭിപ്രായ പ്രകടനം നടത്താമെന്നാണ്. വളരെ ബുദ്ധിപൂർവ്വമാണ് തോമസ് ഐസക് ഈ വിഷയത്തെ വളച്ചൊടിക്കുന്നത്. അദ്ദേഹം എന്നോട് സൂചിപ്പിച്ചു, ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയ്ക്കാണോ താങ്കൾക്ക് എങ്ങനെയാണ് അഭിപ്രായ പ്രകടനം നടത്താൻ കഴിയുക? കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹത്തിൻ്റെ പുച്ഛരസത്തിലുള്ള സംസാരം ഞാൻ കേൾക്കുകയാണ്. അദ്ദേഹത്തെ ഞാൻ പരസ്യമായി മാലോകര് മുഴുവൻ കേൾക്കുന്ന ഈ ദൃശ്യമാധ്യമത്തിൽ നിന്ന് ഇന്നത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകൾ പിൻവലിച്ചിട്ടുള്ള സാഹചര്യത്തിൽ ഒരു സംവാദത്തിന് താങ്കൾ തയ്യാറുണ്ടോ?